വിദ്യാഭ്യാസം, ബിസിനസ്, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള നിരവധി വിദഗ്ധരാണ് ദുബൈയിൽ നടക്കുന്ന 7ാമത് ഗ്ലോബൽ അജണ്ട ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയത്. 7 വർഷം മുമ്പ് ദുബൈയിൽ ആരംഭിച്ച ഉച്ചകോടി വ്യത്യസ്ത പ്രമേയങ്ങളിലാണ് ഓരോ വർഷവും നടക്കാറുള്ളത്. ലോകം അഭിമുഖീകരിക്കുന്ന നിരവധി വെല്ലുവിളികൾ ക്രിയാത്മകമായി എങ്ങനെ പരിഹരിക്കാമെന്ന് ആദ്യ ദിനത്തിൽ ചർച്ചയായി. മുഖ്യപ്രഭാഷണം നടത്തിയ വേൾഡ് ഇക്കണോമിക് ഫോറം സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ക്ലോസ് ഷോബ് 7ാമത് ഉച്ചകോടിയെ ഭാവിയുടെ യഥാർത്ഥ ഉച്ചകോടി എന്ന പേരിൽ വിശേഷിപ്പിച്ചു. സാമ്പത്തിക മേഖലയിലും സുരക്ഷാ മേഖലയിലും ലോകത്ത് നിരവധി വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഭീകരവാദം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഊർജ്ജ പ്രതിസന്ധി തുടങ്ങിയവ അതിൽ ചിലതാണ്. ഇവക്കുള്ള സുസ്ഥിര പരിഹാരത്തിന് ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ക്ലോസ് ചൂണ്ടിക്കാട്ടി. ഉച്ചകോടിക്ക് തുടക്കം മുതൽ തന്നെ പൂർണ്ണ പിന്തുണ നൽകുന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉച്ചകോടിയുടെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും സമ്മേളനം സന്ദർശിച്ചു. 80 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ലധികം വിദഗ്ധരാണ് 3 ദിവസം നടക്കുന്ന ഗ്ലോബൽ അജണ്ട ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനെത്തിയത്. മീഡിയ 1 ദുബായ്.